ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യും. ആ കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. എല്ലാം നല്ല ഫീച്ചേഴ്സ് ആണല്ലോ. അറിയാലോ അല്ലേ? Dozras tell me. Eskuna mochkat katka. Har tabush crack oikinim bomla. Bosko. Lo hakwe. Bosko. മോനെ വേഗം എന്ന അർത്ഥം വരുന്ന ഒരു സീസൺ ഉണ്ടെങ്കിൽ അതേ സീസൺ മൺസൂൺ. ബാർബി ഗേൾ ക്യൂ നിന്നാൽ എന്തുണ്ടാവും? ബാർബി ഗേൾ ക്യൂ നിന്നാൽ എന്തുണ്ടാവും? ഏതെങ്കിലും ആന്റി ആവട്ടെ, ആന്റിയുടെ ബയോ വെരിഫൈഡ് ആയി, അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? വെള്ളത്തിൽ അലിയുന്ന പൂ ഉണ്ടെങ്കിൽ അത് ഇത് പൂ. ഷാംപൂ. ഡെയിലി കാണണം. രാവിലെ വൈകുന്നേരം രാത്രി കാണണം. രാവിലെ കാണണം അല്ലേ? ഞാൻ ഉറങ്ങുന്നത് എന്റെ 2 ഡോഗ്സിന്റെ കൂടെയാ. പഴവും പച്ചക്കറിയും അതെ പഴവും പച്ചക്കറിയും റോട്ടവൈലേഴ്സ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ 10ലും +2ലും ഒക്കെ ഫുൾ A+ വാങ്ങിച്ച കുട്ടിയല്ലേ? ഭയങ്കര ജനറൽ നോളജ് എന്തായാലും ജനറൽ നോളജ് അല്ല. ചോദ്യാണോ പറയാം. പേടിക്കണ്ട, ജനറൽ നോളജ് ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും അറിഞ്ഞാലേ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇത് അല്ലാതെ വളരെ ലൈറ്റ് ആയിട്ട് കാണൂ എന്നുള്ളതാണ് റൗണ്ടിന്റെ പേര്. ലൈറ്റ് ആയിട്ട് കാണൂ കുട്ടി എന്നുള്ളതാണ്. ഞാനപ്പോ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുന്ന ഒരു ഉത്തരം കേട്ട് കഴിയുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവും ഏകദേശം ഇത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. അതനുസരിച്ചുള്ള ഉത്തരം പറഞ്ഞാൽ മതി. പോവാം. സെറ്റ് അല്ലേ? ആ, അതിനു മുൻപ് ഈ ചോദ്യങ്ങൾക്കൊക്കെ തെറ്റാണ് ഉത്തരം പറയുന്നതെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. നമുക്ക് മറ്റേ ബക്കറ്റ് തരുമോ ചേട്ടാ? കുട്ടി നിങ്ങൾക്ക് പോയാലോ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് തെറ്റായിട്ടാണ് ഉത്തരം പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പണിഷ്മെന്റ് സ്വീകരിക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും. ഞാൻ തുടങ്ങിയാലോ? ഓക്കെ, സെറ്റ്. ഒരു ആന്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആന്റി ആവട്ടെ, ആന്റിയുടെ ബയോ വെരിഫൈഡ് ആയി, അപ്പൊ നമ്മൾ എന്ത് വിളിക്കും ആന്റിയുടെ പ്രൊഫൈലിനെ? അല്ലെങ്കിൽ അപ്പൊ ആന്റിക്ക് എന്ത് കിട്ടും? ഒരു ആന്റിയുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ബയോ വെരിഫൈഡ് ആയി, അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? അല്ലെങ്കിൽ ബയോട്ടിക്. അയ്യോ അല്ല, ബയോട്ടിക്. ആരുടെ പ്രൊഫൈലാ? ആന്റിബയോട്ടിക്. ഇപ്പൊ മനസ്സിലായോ? എന്താ ക്രിയേറ്റിവിറ്റി ആണ്. എന്നാലും ഞാൻ അത്യാവശ്യം പറഞ്ഞല്ലോ, ഞാൻ ബുദ്ധി ഉപയോഗിച്ചു. മോനെ വേഗം എന്ന അർത്ഥം വരുന്ന ഒരു സീസൺ ഉണ്ടെങ്കിൽ അതേ സീസൺ. സീസൺ മോനെ വേഗം സീസൺ മൺസൂൺ. അതെങ്ങനെയുണ്ട്? ഓക്കെ. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു പഴം ഏതാ? കട്ടയ്ക്ക് കൂടെ നിൽക്കും. മലയാളം ഫ്രൂട്ട്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രൂട്ട്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ടോ? പ്ലീസ് തെറ്റിക്ക് എന്നാലും നമ്മളുടെ പണിഷ്മെന്റ്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം. ഫ്രൂട്ട്. മതി സമയം കഴിഞ്ഞു. ശരി, പറയട്ടെ. സപ്പോർട്ട കുട്ടി. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? പണിഷ്മെന്റ് എടുത്തോളൂ. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ട് സപ്പോർട്ട. അങ്കിൾ എന്നെ എന്തോ നോട്ടം. ജിബ്രിഷിൽ സംസാരിക്കുക. ജിബ്രിഷ് അറിയാലോ അല്ലേ? ഇല്ല, എനിക്ക് കാണിച്ചു തരണം എങ്ങനെയാണ്. ഇല്ല, നമുക്ക് കുറച്ചു നേരം ജിബ്രിഷ് ഞാൻ ചോദിക്കുന്നതിന് ജിബ്രിഷിൽ സംസാരിച്ചാൽ അല്ലല്ല, നീ ജിബ്രിഷ് എന്താന്ന് അറിഞ്ഞൂടല്ലോ. അറിയുന്നില്ല, തോന്നിയ പോലെ പറഞ്ഞാൽ മതി. ഓക്കെ? ഇല്ല, എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. ആദ്യം പറഞ്ഞു കാണിച്ചതാ. അതിപ്പോ പറഞ്ഞു ഞാനിങ്ങനെ കാണിക്കുന്നേ. Ясра illa chamba. Oh, Ясра Gostra Masla Chasa. Ya Vasilla. Gostra Cosmolk Charles Koskopka. Lasandava. Keskuna Mochkat Katka. Yashul lesser leve. Shoskal Belkacha. Oh, Bosko. Basilation Savacha? Besko. Lasa Vishil. Goskova. Dolo last in the Vashat. Leski Moskascha. Ah, Lasko Jojkosko. Yusuf. Lashes of Jaskosko Boski Cheska. Oh, Kas. Oh, nice. Are you ready? Good. Yes. Okay. Barbie girl, queue നിന്നാൽ എന്തുണ്ടാവും?
ബാർബികൾ ക്യൂ നിന്നാൽ എന്തുണ്ടാവും? ബാർബികൾ ക്യൂല് നിന്നാൽ എന്തുണ്ടാവും? എന്തുണ്ടാവും? ബാർബിക്യൂ ഉണ്ടാവും. വെള്ളത്തിൽ അലിയുന്ന പൂ ഉണ്ടെങ്കിൽ അത് ഏത് പൂ? ഷാംപൂ. നിങ്ങൾ പഠിച്ചുകൊണ്ടതാണോ? ദോശ ചൂടാൻ എടുക്കുന്ന മരം. ദോശ ചൂടാൻ എടുക്കുന്ന മരോ? പറഞ്ഞോ. പാമരോ? എന്താണ് ദോശ ചൂടാൻ എടുക്കുന്ന മരം? ദോശ ചുടാൻ എടുക്കുന്ന മരം അറിഞ്ഞൂടാ. മാവ്. എന്തുവാണ് മാവ്? വിചാരിച്ചു കുട്ടി എല്ലാം ശരിയാക്കി ഞങ്ങളുടെ പണിഷ്മെന്റ് ഒക്കെ വെറുതെ ആവുന്നു. അതെന്താ? ഓ, ആങ്കറുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് ഇത് പണിഷ്മെന്റ് ഇതല്ലായിരുന്നു, മാറ്റി ഇയാൾ മാറ്റിയതാ. ചതിയാ, ഇതല്ലായിരുന്നു കേട്ടോ, ഇതല്ലായിരുന്നു. ഇതല്ല വേറെ എടുക്കണോ? വേണ്ട വേണ്ട, ഞാൻ പറയുന്ന പണിഷ്മെന്റ് മതി. വേണം, അത് എനിക്ക് ട്രോളാവും. ഞാൻ ചുമ്മാ ഒന്നാമത് ഏറില്ല. ആങ്കറുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യും. ആ കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. എല്ലാം നല്ല ഫീച്ചേഴ്സ് ആണല്ലോ. വേണ്ട വേണ്ട, അത് അവരോട് പറഞ്ഞ അവർക്ക് കുഴപ്പമില്ല, നിനക്കെന്താ കുഴപ്പമെന്ന്. അല്ല, ഞാൻ ഓൾറെഡി എയറിലാണ്. നേരത്തെ പറഞ്ഞ പോലെ താങ്കൾക്ക് മറ്റു ഭാഷ പറഞ്ഞോ. ആദ്യം ഞാൻ നോക്കട്ടെ, ഏറ്റവും നല്ല ഫീച്ചർ ഏതാണെന്ന് നോക്കട്ടെ. Am I making you conscious? ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുകയാണ്. ശരി ശരി ശരി. നന്നായിട്ട് ആ മുഖത്ത് ഇത്രയും പ്ലസന്റ് ആയിരിക്കുന്ന ചിരി കാണാൻ എന്ത് രസാന്നറിയോ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്മൈല് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ചിരി ഞാൻ എന്റെ ലൈഫ് ലോങ് കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള പെർമിഷൻ ഗ്രാന്റ് ചെയ്യൂ. ഞാനൊരു ഫോട്ടോ തന്നെ അയച്ചാൽ മതിയോ? ഡെയിലി കാണണം, രാവിലെ വൈകുന്നേരം രാത്രി കാണണം. രാവിലെ കാണണം അല്ലേ? അയച്ചു തരട്ടെ, നമ്പർ വന്നിട്ട് പോയാൽ മതി. കൊള്ളാം. ഇനി ഒരു ഡ്രീം ആക്ടർ ഉണ്ട് കൂടെ അഭിനയിക്കാൻ, അതായത് എപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നായികയായിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡ്രീം ആക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാരാ? മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ? ഷാരൂഖ്. അത്രയും ഡ്രീം ഞാൻ ആഗ്രഹിച്ചില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, നടക്കാലോ. ഇനിയിപ്പോ നടക്കാലോ. ബോളിവുഡിലേക്ക് കുട്ടിക്ക് ഓഫർ വന്നു ഇതിനിടയ്ക്ക് വന്നു, പക്ഷെ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ദ ജെനുവിനിറ്റി ഓഫ് ദ പ്രോജക്ട്. ഓഫേഴ്സ് വന്ന് നമുക്കുണ്ടാവുമല്ലോ, ഇത് ശരിയാണോ, ഇത് ഇങ്ങനെ വെറുതെ പറ്റിക്കാൻ വിളിക്കുവാന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വിചാരിച്ചത്. എനിക്കറിയില്ല, കോൾസ് ഒന്നും ജെനുവിൻ ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാൻ പ്രൊസീഡ് ചെയ്തിട്ടില്ല. ഷാരൂഖിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോവായിരുന്നു. പോയി നോക്കാം എന്തായാലും. ഈ സിനിമയും മേക്കപ്പും ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ഒരു സാധാരണ ദിവസം വെരി സിമ്പിൾ. എന്റെ സിനിമ ഉണ്ടെങ്കിൽ തന്നെ എന്റെ ലൈഫ് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ഷൂട്ടിനൊക്കെ ആണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കണം, തിരിച്ച് റൂമിൽ എത്തുമ്പോൾ എന്തായാലും 9 മണി 10 മണിയൊക്കെ ആവും, അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. ഇതാണ് ഷൂട്ടിന് വന്നുള്ള റുട്ടീൻ. ഇതാണ് വീട്ടിലാണെങ്കിലുള്ള റുട്ടീൻ. എനിക്ക് രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കുന്നത്, ചിലപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ രാവിലെ എനിക്ക് നല്ല ഉറക്കം വേണം. എനിക്കൊരു 8 മണി 9 മണി വരെയെങ്കിലും ഉറക്കം കിട്ടി അത്രയും സന്തോഷം. എൻ്റെ വീട്ടില് ഡോഗ്സ് ഉണ്ട്, കാറ്റ്സ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എൻ്റെ വേൾഡ് അതാണ്. അപ്പൊ എനിക്കിപ്പോൾ ഞാൻ നാട്ടിൽ പോയാലായാലും എനിക്കിഷ്ടം എൻ്റെ റൂമിലിരിക്കാനാണ്. എനിക്ക് എൻ്റെ വീട്ടിലിരിക്കാൻ, പുറത്തു പോകാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് പുറത്തു പോകാനോ ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ റൂമിലിരിക്കാനാണ് ഇഷ്ടം. ഞാൻ ഉറങ്ങുന്നത് എൻ്റെ 2 ഡോഗ്സിന്റെ കൂടെയാണ്. എനിക്ക് 2 റോട്ട്വെയിലേഴ്സ് ആണ്. ഒന്നിപ്പുറത്തും ഒന്നിപ്പുറത്തും. രാത്രി ഉറങ്ങുമ്പോൾ ഒന്നിന്റെ തല ഒരാൾ ഇരിക്കുന്നൊക്കെ എന്റെ മുഖത്തായിരിക്കും. പക്ഷെ ഐ എം യൂസ്ഡ് ടു ഇറ്റ്. എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഡോഗ്സ് കൂടെ കിടന്നുറങ്ങുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അവർ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ. ഞാനൊരു പഴവും പച്ചക്കറിയും അതെ പഴവും പച്ചക്കറി തന്ന റോട്ട്വെയിലേഴ്സ് തന്നെയാണ്. എന്റെ അഗ്രസീവ് ആണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല.
ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത അവരുടെ ക്യാരക്ടറിസ്റ്റിക്കിൽ എന്താ ശ്രദ്ധിച്ചു വെച്ചാൽ ഭയങ്കര നമ്മൾ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ അവരെ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെ സിംഗിൾ ഓണർ ബ്രീഡ്സ് ആണ് ഇതൊക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ ഓണർ അതിനെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ്. പക്ഷെ അതിന്റെ നാച്ചുറൽ ഇൻസ്റ്റിങ് അതിനകത്ത് എപ്പോഴും അവർക്ക് എന്തായാലും ഉണ്ടാവും. അതായത് അറ്റാക്കിംഗ് മെന്റാലിറ്റിയും അതൊക്കെ എപ്പോഴും ഉണ്ടാവും. അറ്റാക്കിംഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചറോ അല്ലെങ്കിൽ ത്രെട്ട് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ അതുള്ളൂ. ബാക്കി സമയങ്ങളിൽ വെരി സ്വീറ്റ്. ഞങ്ങളിപ്പം എൻ്റെ ഡോഗ്സ് ഒക്കെ പറഞ്ഞാൽ പോട്ടി ട്രെയിൻഡ് ആണ്. അപ്പം അവരെന്ന് പറഞ്ഞാൽ വാഷ്റൂമിൽ പോയിട്ട് വേണം പരിപാടികളൊക്കെ ചെയ്യാന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഞങ്ങള് കേജ് ഒന്നുമില്ല, ഇവർക്ക് ആർക്കും കേജ് ഇല്ല വീട്ടില്. അപ്പൊ ഞങ്ങള് ബെഡ്റൂമിൽ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ വാഷ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ രാത്രി എൻ്റെ കൂടെ ബെഡിലാണ് ഉറങ്ങുന്നതെങ്കിലും അതിന് വാഷ്റൂം പോകണമെങ്കിൽ അത് തന്നെ എഴുന്നേറ്റ് വാഷ്റൂം പോയി തിരിച്ചു വരും. മിടുക്കനും മിടുക്കിയുമാണ്, രണ്ടുപേരുണ്ട്. അപ്പം അവര് മനുഷ്യരെങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ നമ്മുടെ വീട്ടിലുണ്ടാവുക അതുപോലെയാണ്. അവര് ഉറങ്ങും, എഴുന്നേക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. കിച്ചണിലൊക്കെ പോയി തപ്പം ഫുഡ് കഴിക്കണമെങ്കിൽ ചോദിക്കും, കുറച്ച് കാണിക്കും. ഫുഡ് വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കും. വേറെ എവിടെയും അവര് വൃത്തിയിടാക്കി ഇടാറില്ല. അപ്പൊ വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം ഞാൻ ഇവരുടെ കൂടെ ആയിരിക്കും.